ഇന്നലെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. നടൻ മമ്മൂട്ടി 7ാമതും മികച്ച നടനുള്ള പുരസ്കാരം നേടുകയും ഒരുപാട് നമ്മുടെ കഴിവുറ്റ കലാകാരന്മാരെ സംസ്ഥാന സർക്കാർ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത ദിവസമാണ്. പക്ഷേ പതിവ് പോലെ ആ പുരസ്കാര ലബ്ധിയിൽ ചില കല്ലുകടികൾ ഉണ്ടായിരിക്കുന്നു, ചില അപസ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് വലിയ ചർച്ചയാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ സംസ്ഥാന സർക്കാർ ഈ അവാർഡ് നൽകുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അർഹതപ്പെട്ടതെന്നും പ്രതീക്ഷിക്കപ്പെട്ടതെന്നും കരുതിയിരുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അവാർഡ് ലഭിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു പരാതികളില്ലാത്ത അവാർഡ് പ്രഖ്യാപനമാണ് നടന്നതെന്നാണ് കരുതിയെങ്കിൽ തൊട്ടടുത്ത നിമിഷം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അവാർഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അതിൽ പ്രധാനപ്പെട്ടവ ഇങ്ങനെയാണ്. ഒന്ന്, എന്തിന് വേടന് അവാർഡ് നൽകിയെന്നതാണ്. വേടൻ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ്. വേടനെതിരെ നിരവധി കേസുകൾ ഉണ്ട്. അതിൽ ജാമ്യത്തിൽ ഇളവ് നേടി പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അപ്പോൾ വേടനെതിരെ എന്തിന് അവാർഡ് നൽകിയെന്നത്. ഒപ്പം ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകാത്തതിനെതിരെ വലിയ വിമർശനം ഉയരുന്നു. അവാർഡ് പ്രഖ്യാപന വേദിയിൽ പ്രകാശ് രാജ് നടത്തിയ ചില പരാമർശങ്ങൾ, അത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നു, അത് ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നിഷേധിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് വലിയ വിവാദമായി മാറുന്നത്. അത് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ വേടൻ അവാർഡ് എന്തിന് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു കാണുന്നത്, വിമർശകർ ഉന്നയിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടന്റേതെന്നാണ് പ്രകാശ് രാജ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വേടന്റെ പാട്ടുകളിലെ അതിജീവനത്തിനുള്ള ത്വര കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പുരസ്കാരം നൽകിയതെന്ന് പ്രകാശ് രാജ് പറഞ്ഞു. ആ അവാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ വിമർശനം ഉയരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ വേടനെതിരെ കേസുണ്ട്. ഇതിൽ ജാമ്യം എടുത്തിരിക്കുകയാണ് വേടൻ. മറ്റൊന്ന്, ഗവേഷക വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കേസാണ് വേടനെതിരെയുള്ളത്. ഇതിലും നിയമ നടപടികൾ നേരിടുന്നുണ്ട്. വേടനെതിരെ നിരവധി മീറ്റു ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്, പുലിനഖം വെച്ചതുമായ ഒരു കേസുണ്ട്. അതിൽ ഏറ്റവും ഗൗരവമുള്ള കേസുകൾ ഈ പീഡന ആരോപണങ്ങളാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ്, ഗവേഷക വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കേസാണ് വേടനെതിരെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് ഈ അവാർഡ് നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന വിമർശനം. നമുക്കറിയാം, 2021 അവാർഡ് പ്രഖ്യാപനത്തിൽ ഹോം എന്ന ഒരു സിനിമ മികച്ച സിനിമയായിരുന്നു. ആ സിനിമ ഒഴിവാക്കപ്പെട്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇടയാക്കിയതാണ്. അതിൽ ഇന്ദ്രൻസിന്റെയും മഞ്ജു പിള്ളയുടെയും ഒക്കെ അഭിനയം, തീർച്ചയായും അവർക്ക് ആ അഭിനയത്തിന് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് ലഭിക്കാതെ പോയി. ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയബാബുവിനെതിരെ ഉയർന്ന ഈ ലൈംഗിക ആരോപണമാണ് ആ ചിത്രം തന്നെ ഈ അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോയതിന് കാരണമെന്നാണ് അന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ചിത്രത്തിന്റെ നിർമ്മാതാവ് ചെയ്ത തെറ്റിന് ആ ചിത്രത്തെ പൂർണ്ണമായും ഒഴിവാക്കി അതിലെ മറ്റ് കലാകാരന്മാർക്കെല്ലാം ഒരു പുരസ്കാരത്തിനുള്ള അവരുടെ അവസരം നിഷേധിക്കുന്നത് ശരിയാണോ എന്നതായിരുന്നു അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് വലിയ ചർച്ചയായിരുന്നു. ഇന്നിവിടെ നോക്കൂ, ആരോപണ വിധേയന് തന്നെ പുരസ്കാരം ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിലെ വിരോധാഭാസമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വേടന് എന്തുകൊണ്ട് ഇത്തരം ഒരു പുരസ്കാരം നൽകി ആദരിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വേടന് തൊഴിൽ നിഷേധിക്കണമെന്നോ വേടന്റെ പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കണമോ ഒന്നുമല്ല. പക്ഷേ എന്തിനാണ് ഈ പുരസ്കാരം നൽകി ഈ ആരോപണ വിധേയനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ പ്രത്യക്ഷമായി എഴുത്തുകാരി ഇന്ദു മേനോൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നു. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരോട് അക്കാദമികൾക്ക് എന്നും വലിയ ബഹുമാനമാണ്. അവരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ എഴുന്നള്ളിക്കുക, വിവിധ വേദികൾ കൊടുക്കുക, ജഡ്ജിമാരായി ജൂറി കമ്മിറ്റി അംഗങ്ങളായി നിയമിക്കുക, വെറൈറ്റിക്ക് ഒരു അവാർഡും കൊടുക്കുക. അക്കാദമിയുടെ സംസ്കാരം സ്ത്രീ വിരുദ്ധമാണെന്ന് പറയാതെ വയ്യ എന്നാണ് അവർ കുറിക്കുന്നത്. സ്ത്രീ പീഡനം അടക്കമുള്ള കേസുകൾ വേടനെതിരെയുണ്ട്. അങ്ങനെയുള്ള വേടൻ അവാർഡ് നൽകി ആദരിക്കുമ്പോൾ നിയമത്തെ പരിഹസിക്കുകയാണെന്ന് ജോയ് മാത്യു പറയുന്നു. അപ്പോൾ ഇത്തരം ആരോപണം നേരിടുന്നവർക്ക് അവാർഡ് നൽകുന്നതിലെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉയരുന്നത്. അത് അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിൽ അവർക്കൊരു പ്രോത്സാഹനം, അത് പല വ്യക്തികളോട് പല സമീപനം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനം ഒക്കെ ഉയരുന്നത്. അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വിമർശനവുമായി സംവിധായകൻ KP വ്യാസനും രംഗത്തെത്തിയിരുന്നു. വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് നൽകിയതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായികാ നായകന്മാർ എന്തുമാത്രം ബഹളം വെച്ചേനെ എന്നൊരു ചോദ്യം
വ്യാസൻ ചോദിക്കുന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചോദ്യങ്ങളും ആരോപണങ്ങളുമാണ് ഉയരുന്നത്. 2021 സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു. ആരോപണ വിധേയന് തന്നെ പുരസ്കാരം കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് വിമർശനം. അന്ന് വിജയ് ബാബുവിനെ ഒഴിവാക്കി നിർത്തിയതിലല്ല, വിജയ് ബാബു നിർമ്മാതാവായ എന്നതിന്റെ പേരിൽ ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് അതിൽ ആ ചിത്രത്തിനാകെയും പരിഗണിക്കപ്പെടാതെ പോയ സാഹചര്യത്തിലാണ് അന്ന് വിമർശനം ഉയർന്നതെങ്കിൽ ഇന്ന് ആരോപണ വിധേയന് തന്നെ പുരസ്കാരം നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ് വ്യാപക വിമർശനത്തിന് ഇടയാക്കുന്നത്. പക്ഷേ ഇത് വലിയ രീതിയിൽ ഈ പല തരത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കലാകാരനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആരോപണങ്ങളുടെ പേരിൽ പുറത്തു നിർത്തേണ്ടത് എന്ന ഒരു വാദം ഉന്നയിക്കുന്നവരുമുണ്ട്. പക്ഷേ വേടന്റെ കാര്യത്തിൽ അയാൾ ഇപ്പോഴും ആരോപണ വിധേയനാണ്. ആ ആരോപണത്തിൽ നിയമ സംവിധാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്ത വ്യക്തിയാണ്. അയാൾക്ക് ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അയാളെ ആദരിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, ജൂറി ചെയർമാൻ പ്രകാശ് രാജ് ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അത് ദേശീയ തലത്തിൽ മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിക്കുന്നില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വരുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കോംപ്രമൈസ് ആണ് എന്ന തരത്തിലാണ് പ്രകാശ് രാജ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അദ്ദേഹത്തെ ഇവിടെ ജൂറിയുടെ അധ്യക്ഷനായി ക്ഷണിക്കുമ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ അറിയിച്ചത് സ്വതന്ത്രമായ ഒരു വ്യക്തിയെ ആ സിനിമകൾ കണ്ട് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിനായി നിയോഗിക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം നൽകും എന്നതാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല ദേശീയ തലത്തിൽ നടക്കുന്നത് എന്നതാണ് പ്രകാശ് രാജ് പറഞ്ഞത്. അവിടെ ദേശീയ അവാർഡുകളിൽ അതല്ല സംഭവിക്കുന്നത്. അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അത് കാണുന്നതാണല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അതെന്താണെന്ന് നമുക്കറിയാം. അത്തരമൊരു ജൂറിയോ ദേശീയ സർക്കാരോ മമ്മൂട്ടി എന്ന നടനെ അർഹിക്കുന്നില്ല എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതും കേന്ദ്രത്തിലേത് മോശമാണ് എന്ന് പറയുന്നതുമാണ് ഒരു വിഭാഗം വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. KP ശശികലയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടത് കേൾക്കാം. ഒരു കവിത എന്നൊക്കെ പറയുമ്പോൾ ധാരണകളുണ്ട്. സാധാരണ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ്, കുഞ്ചന്റെ തുള്ളലിന് മണികൊട്ടിയ കവിതയാണ്. അത്രയ്ക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആസ്വാദകരുടെ മനസ്സിലേക്ക് ഒരു വെള്ളിടി വെട്ടത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനമാകാതെ നോക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. KP ശശികല പ്രകാശ് രാജിന്റെ ഈ അഭിപ്രായത്തോടും ഒപ്പം തന്നെ വേടന് അവാർഡ് നൽകിയതിനെയും എതിർത്തു. അതിൽ വേടന് പുരസ്കാരം നൽകിയതിനെ എതിർത്ത് സംസാരിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. മമ്മൂട്ടിക്ക് അർഹതപ്പെട്ട അവാർഡാണ് നൽകിയതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ മമ്മൂട്ടിക്ക് അവാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രകാശ് രാജ് നടത്തിയ ഈ അഭിപ്രായമാണ് സംഘപരിവാർ സംഘടനകളെ ഉൾപ്പെടെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അവർ അതിനെതിരെ രംഗത്ത് വരുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾ അതിന് സുതാര്യതയില്ല എന്ന തരത്തിൽ ജൂറി അധ്യക്ഷൻ പറഞ്ഞതാണ് ആ രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾക്കിടയാക്കുന്നത്. മറ്റൊന്ന്, ബാലതാരങ്ങൾക്ക് അവാർഡ് പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദമാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രമുഖയായ ബാലതാരം ദേവനന്ദ തന്നെ അത് ഒരു വിമർശനമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്വതന്ത്ര സിനിമകൾക്ക് ഒട്ടും പ്രാധാന്യം കിട്ടുന്നില്ല എന്നൊരു വിമർശനം ശ്രുതി ശരണ്യം ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ രണ്ട് വിമർശനങ്ങളുമാണ് പിന്നീട് ഈ അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ ചർച്ചയാകുന്ന കാര്യം. ഇവിടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണിക്കാനുള്ള വേദികൾ കിട്ടാതെ പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി നല്ല ചിത്രങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി ചർച്ച ചെയ്യാനുള്ള അവസരമായി ഇതിനെ ആളുകൾ മാറ്റി എടുക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ബാലതാരം ദേവനന്ദ ഈ വിഷയത്തിൽ ഉന്നയിച്ച വിമർശനം കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളുടെ അവകാശങ്ങളെ ജൂറി കാണാതെ പോകരുത്, അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമാണ് ദേവനന്ദ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നത്. ദേവനന്ദയുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഈ ജൂറിക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മികച്ച ചിത്രങ്ങളില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അവസരം നിഷേധിച്ചിരിക്കുന്നത്, ബാലതാരത്തെ തെരഞ്ഞെടുക്കാതിരിക്കുന്നത്. പക്ഷേ ലഭിച്ച ചിത്രങ്ങളിൽ നിന്ന് മേന്മയുള്ള അഭിനയത്തെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കുട്ടികളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമീപനം ജൂറി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ കുട്ടികളുടെ ചിത്രങ്ങൾ കാണിക്കാനുള്ള വേദികൾ ലഭിക്കാറില്ല.
അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കാറില്ല. അത് റിലീസ് ചെയ്യാൻ ഒരു തിയേറ്റർ പോലും മുന്നോട്ട് വരാറില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത്തരം ചിത്രങ്ങൾ, നല്ല ചിത്രങ്ങൾ നിർമ്മിക്കാൻ ആളുകൾക്ക് കഴിയുക? അത് സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കുന്നതാകും കലാകാരന്മാർക്ക്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത് നല്ല ചിത്രങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകാതെ പോകുന്നത്. അപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തുമ്പോൾ മികച്ച കുട്ടികളുടെ അഭിനയത്തിന് അവാർഡ് പ്രഖ്യാപിക്കുകയും അതിനുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും അത് നികത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു ചെയ്യേണ്ടത് എന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അല്ലാണ്ട് കുട്ടികളുടെ മികച്ച അഭിനയമില്ല, ചിത്രമില്ല എന്ന് പറഞ്ഞ് ആർക്കും അവാർഡ് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനം. ഇതിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ പ്രായത്തിന് പറ്റുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ കാണുന്നത് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടി മികച്ച ചിത്രങ്ങൾ ഒരുങ്ങുന്നതിന് വഴിവെക്കുന്ന തരത്തിൽ ഈ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിമർശനങ്ങളെല്ലാം മന്ത്രി തള്ളിക്കളയുകയാണ്. വളരെ മികച്ച പ്രഖ്യാപനമാണ്, തെരഞ്ഞെടുപ്പുകളാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മന്ത്രി സജി ചെറിയാൻ ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായി അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആർക്കും ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാനില്ല ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിൽ എന്നതാണ് മന്ത്രി ഇതിനെക്കുറിച്ച് പറയുന്നത്. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ആ കാര്യത്തിൽ നിലപാടെടുക്കും. ഞാൻ ബന്ധപ്പെട്ടവരുടെ യോഗം ഇന്നലെ തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ചെന്നാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു കൂട്ടി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറവുകൾ, അത് ഒരു കുറവല്ല, പല കുറവുകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് നടപടിയുണ്ടാകും. തീർച്ചയായും. അപ്പോൾ നമുക്കറിയാം, ഓരോ തവണയും അവാർഡ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിരാശരാകുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ ചർച്ചയാകാറുണ്ട്. പിന്നീട് ഈ അവാർഡ് നിർണയ ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ അത് കുറ്റമറ്റതാകണം എന്ന തരത്തിൽ വളരെ ആരോഗ്യപരമായി ചർച്ചകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുണ്ടാകുന്ന വിമർശനങ്ങൾ ഉണ്ട്. മേഡനുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന ആരോപണങ്ങൾ ആ രീതിയിലുള്ളതാണ്. അപ്പോൾ മന്ത്രി തന്നെ പറയുന്നു, ഇതിൽ തെറ്റുകൾ തിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അപ്പോൾ സിനിമ എന്ന കലാരൂപത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിലുള്ള ചർച്ചകൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത്തരം ചർച്ചകൾ വഴിവെക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. അതിനൊപ്പം തന്നെ മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി കൂടി ഈ അവാർഡ് നിർണയങ്ങൾ മാറട്ടെ.